ക്രിസ്തു യേശുവിൽ പ്രിയപ്പെട്ടവർക്ക് വന്ദനം. ജീവവചനം പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ തകർന്നു പോയിട്ടും തെറ്റുകൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇത്രയധികം അനുഗ്രഹിക്കുന്നത് എന്ന്. അതിനൊറ്റ ഉത്തരമേയുള്ളൂ: ദൈവത്തിൻ്റെ കൃപ. നാം അർഹിക്കാത്തത് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെയാണ് നമ്മൾ കൃപ എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച, ഇന്നും നമ്മെ വീഴാതെ താങ്ങി നിർത്തുന്ന ആ വലിയ ദൈവകൃപയെക്കുറിച്ചാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് തുറന്നു വയ്ക്കൂ. ഈ വചനങ്ങൾ നിങ്ങളെ പുതിയൊരു പ്രത്യാശയിലേക്ക് നയിക്കട്ടെ. എന്താണ് ദൈവകൃപ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതും ഇന്ന് ഈ നല്ല നിലയിൽ നിൽക്കുന്നതും നമ്മുടെ കഴിവുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അല്ല, നമ്മൾ നല്ലവരായതുകൊണ്ടുമല്ല. അതൊരു സൗജന്യദാനമാണ്. അർഹതയില്ലാത്തവന് ലഭിക്കുന്ന വലിയൊരു സമ്മാനമാണ് ദൈവകൃപ. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും പാപത്തിൽ ജീവിച്ചപ്പോഴും അവിടുന്ന് നമ്മെ തള്ളിക്കളഞ്ഞില്ല. പകരം തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് രക്ഷ നൽകി. കടലിൽ മുങ്ങിത്താഴുന്ന ഒരുവന് നേരെ നീളുന്ന കൈ പോലെയാണ് ദൈവകൃപ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ പാപങ്ങളെക്കാൾ വലുതാണ്. ബലഹീനതകളിൽ താങ്ങുന്ന കൃപ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗങ്ങളും വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ദൈവമേ, എന്നെ ഈ കഷ്ടതയിൽ നിന്ന് മാറ്റുന്നില്ലേ എന്ന്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ബലഹീനതയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം നൽകിയ മറുപടി എന്തായിരുന്നു എന്ന് അറിയാമോ? അതിനായി 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവം പറയുന്നു: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലഹീനരാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പൂർണ്ണമായി വെളിപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കഷ്ടതകൾ മാറിയില്ലെങ്കിലും ആ കഷ്ടതകളെ അതിജീവിക്കാനുള്ള വലിപ്പമുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. രോഗക്കിടക്കയിലാണോ നിങ്ങൾ? സാമ്പത്തിക തകർച്ചയിലാണോ? ഓർക്കുക, ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ താങ്ങാൻ കൂടെയുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റാൻ ആ കൃപയ്ക്ക് കഴിയും. കൃപയുടെ സിംഹാസനത്തിന് അടുത്തേക്ക്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒരു മനോഹരമായ ക്ഷണം നമുക്കുണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എപ്പോൾ നമുക്ക് സഹായം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ധൈര്യത്തോടെ അവിടുത്തെ അടുക്കലേക്ക് ചെല്ലാം. നമ്മൾ തെറ്റുകൾ ചെയ്ത് പരാജയപ്പെടുമ്പോൾ ലോകം നമ്മെ കുറ്റപ്പെടുത്തും, തള്ളിക്കളയും. എന്നാൽ യേശുക്രിസ്തു തൻ്റെ കൃപയാൽ നമ്മെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞകാല പരാജയങ്ങളെയോ തെറ്റുകളെയോ ഓർത്ത് ഇനി നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റും. ഈ ദിവസം വരെ നമ്മെ വഴി നടത്തിയതും ഇനി അങ്ങോട്ട് വഴി നടത്താൻ പോകുന്നതും അവിടുത്തെ കൃപ മാത്രമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, അവൻ്റെ കൃപ എന്നേക്കുമുള്ളത്. ജീവവചനം ചാനലിലൂടെ ഈ ഭാഗം കേട്ടതിന് എല്ലാവർക്കും നന്ദി. ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും ഇതൊരു അനുഗ്രഹമാക്കാൻ ഷെയർ ചെയ്യുമല്ലോ.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വചനധ്യാനവുമായി വീണ്ടും കാണാം. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.